ബാർസലോണയിൽ നമ്മൾ എവിടെയാ? പറയാതെ മനസ്സിലായല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര അൺബിലീവബിൾ ആണ്. ഞാൻ നമ്മുടെ ഈ വ്ളോഗിന്റെ ഇൻട്രോ പറയുന്നത് ഈ കാസോ ബാറ്റിയോന്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗൗഡിയുടെ. അപ്പം നമ്മൾ ഗൗഡിയുടെ കുറേ, ബാർസലോണയിൽ ഗൗഡിയുടെ കുറേ ബിൽഡിങ്സ് ഉണ്ടല്ലോ. ഐ മീൻ ഗൗഡിയുടെ എല്ലാം മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സ് ഇവിടെയാണ്. അപ്പം നമ്മൾ ഇന്നൊരു ഗൗഡി ടൂർ നടത്താൻ പോവാണ്. കാസ ബാറ്റിയോ, കാസ മില, വിസൻസ്, പിന്നെ ദ ഗ്രാൻഡ്, പറയാതെ അറിയാലോ, മെയിൻ ആയിട്ടുള്ള സഗ്രാദ ഫാമിലിയ. ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് കാസ ബാറ്റിയോയിൽ വെച്ചിട്ടാണ്. കാസ ബാറ്റിയോന്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ രണ്ടെണ്ണത്തിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് കാസ ബാറ്റിയോന്റെ ഉള്ളിലാണ്. നമുക്ക് ഇതിന്റെ അകത്തും കയറി കാണാം. ബാക്കി എല്ലാ ബിൽഡിങ്ങും ഒന്ന് പുറത്തു കൂടെ നടന്നിട്ട് ഓട്ടപ്രദർശനം നടത്തി അതും കാണാമേ. ഇവിടെ നിന്ന് കയറി നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് അറിയോ? അമ്മേ അമ്മേ, വീഡിയോ എടുക്കുന്ന എനിക്കൊന്ന് കാണണം, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. സത്യം പറയാലോ, എനിക്ക് ഈ വക അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിലേക്കൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അതുല് ജീവിതത്തിൽ വന്നതിന് ശേഷം അതുല് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ഇതിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഇൻട്രസ്റ്റഡ് ആവുന്നത്. പക്ഷെ അതുലിൻ്റെ അത്ര ഒന്നും ഇൻട്രസ്റ്റ് എനിക്ക് എന്തായാലും ഇല്ല. ഇതിങ്ങനെ കാണണം ആഗ്രഹിച്ചിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ കണ്ണിൽ വെള്ളം വന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതിലെന്നോട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അതില് വീഡിയോ എടുക്കാതെ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ മുന്നേ ഇതൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നത്. Tell me when you are ready to talk about it. ലെഫ്റ്റ് സൈഡിലെ ബിൽഡിംഗ് ആവട്ടെ, റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ആവട്ടെ, അതിലൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല. എല്ലാം ഭയങ്കര ഓർഗാനിക് ആൻഡ് കർവി ഫോമാണ്. വാവ്, നീ ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ നീ ഇതിനെ പറ്റിയൊക്കെ പഠിച്ച സമയത്ത്? ഇല്ല, ഞാൻ കോളേജിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ എക്സാക്ട്ലി ആ ടൈമിൽ ഞാനിങ്ങനെ കാസാമില്ല, മറ്റേ കാസ ബാറ്റിയോ, അതിനങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അധികം ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എന്തായാലും കാണാനൊന്നും പോകുന്നില്ല. ആന്റോണിയോ ഗൗഡിയുടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളതാണ് ലാ സഗ്രാദ ഫാമിലിയ. പിന്നെ ഈ ഇൻഡിവിജ്വൽ ഹൗസസും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആ സ്കൾ ലൈക്ക് ബാൽക്കണിയും പിന്നെ ബോൺ ലൈക്ക് സ്ട്രക്ചേഴ്സും, ഇതിൻ്റെ പില്ലറൊക്കെ ഒരു ബോൺ പോലെയൊക്കെയാണുള്ളത്. അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അന്ന് നോക്കിയിട്ടുണ്ടായിട്ടില്ല. ഇന്ന് വീണ്ടും അത് റീവിസിറ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗ്രാൻഡിയറും ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്നുകൂടെ ഓർമ്മിച്ചത്. ഫുൾ എല്ലാം നേച്ചറിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഓരോ ഫോമും ചെയ്തിരിക്കുന്നത്. നോക്കി, ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആ ബിൽഡിങ്ങിലില്ല. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനം നേച്ചറിലും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഗൗഡി അത് ബിൽഡിങ്ങിൽ ഉൾപ്പെടുത്തില്ല. എനിക്ക് ഓക്കെ, ഞാനിപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ കണ്ണിലെ വെള്ളം കാണാത്തയോ, കണ്ണീര് കാണാത്തയോ? എനിക്കിങ്ങനെ അതിലിത് പറഞ്ഞ് അതിലിത് കാണുന്ന ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് കരച്ചിൽ വരും. ചക്കുട സന്തോഷായില്ലേ? Ready for the experience?
ഇതൊരു ആനിമലിൻ്റെ സ്പൈൻ പോലെ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസ് പോലും ഇത് ഈ ഒരു ബാറ്റിയോ ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഗൗരി കമ്മീഷൻ ചെയ്ത വർക്കാട്ടോ 1904. അപ്പം അതിന് മുന്നേ വേറൊരാൾ ചെയ്തിട്ട് അവർക്കത് ഇഷ്ടപ്പെടായിട്ട് അത് കൂടെ പൊളിച്ച് കളയാനൊക്കെ തീരുമാനമായിരുന്നു. പിന്നെ 1904 മുതൽ 1906 വരെ 2 വർഷ കാലയളവിൽ ചെയ്തതാണ്. അപ്പം ഇതാണ് ഇവരുടെ ഒരു ലിവിങ് ഏരിയയിലേക്കുള്ള ഒരു എൻട്രൻസ്. ഒന്ന് ആലോചിച്ചൊക്കെ ആ ഫാമിലി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഹായ് വരൂ എല്ലാവരും കയറി വരൂ എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ എന്തൊരു ഗ്രാൻഡാന്നൊക്കെ. മുകളിൽ ചെയ്തിരിക്കുന്നത് ഒരു കനോപ്പി ചെയ്ത പോലെയാണ്. അപ്പം നമ്മൾ ഈ ഓരോ മുറികളിലൂടെ നടക്കുമ്പോൾ ഇപ്പം നേച്ചറിൻ്റെ കളേഴ്സൊക്കെ മാറി വരില്ല, അതുപോലെ ഓരോ മുറിയിലും ഇത് മാറി മാറി വരും. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ അറ്റമില്ലേ ആ ഒരു ലാമ്പിലേക്ക് പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വള്ളി പടർന്ന് കയറിയിരിക്കുന്ന പോലെയാണ്. അങ്ങനെ നമ്മൾ ഈ പാവലിൻ്റെയൊക്കെ വള്ളി കയറുന്നതാണല്ലേ അതുപോലെ. പിന്നെ ഈ മുകളിൽ കണ്ടാലും ഒരു ആനിമലിൻ്റെ സ്കിന്ന് പോലെ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ചിമ്നി കണ്ടില്ലേ, ആ ചിമ്നി ചെയ്തിരിക്കുന്ന ഒരു മഷ്റൂം ഷേപ്പിലാണ്. അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഇതൊരു സ്റ്റഡിയാണ്. സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെ നടന്ന സ്ഥലം. അപ്പം അതിൻ്റെ ഒരു ഗ്രാൻഡ്നെസ്സും ആ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ മറ്റേ ഗോൾഡ് പ്ലേറ്റിംഗ് കേട്ടോ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ഗോൾഡ് വെച്ചിട്ട്. ഈ വിൻഡോസ് ഇത് ആക്ച്വലി നമുക്ക് തുറക്കാം കേട്ടോ. അതായത് എന്തോരം വലിയ ഇതൊക്കെ ആലോചിക്കണം. ഇതിങ്ങനെ 2000-ലൊന്നുമല്ല 1900s ഇത് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോസ് നമുക്ക് ഒരു ബാൽക്കണി ആയിട്ട് തുറക്കാം. ഈ ഒരു ഹാൻഡിൽസ് നമുക്ക് എത്ര ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ തുറക്കുന്ന ഇങ്ങനെ തുറക്കുന്നതല്ലോ. അപ്പം അത് വെയിറ്റ്സ് വെച്ചിട്ട് കൗണ്ടർ ബാലൻസ് ചെയ്തിട്ടാണ് ഈ വിൻഡോസ് തുറക്കുന്നത്. അതൊക്കെ അൺബിലീവബിൾ ഇമാജിനേഷൻ ആണ്. പിന്നെ ഇതിൻ്റെ ഈ സീലിങ്ങിലേക്ക് വരുമ്പം ഒരു സ്വേൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ നടുക്കൊരു ഷാൻഡ്ലിയർ കണ്ടില്ലേ, അതിൽ 3000 സ്റ്റോൺസ് വെച്ചിട്ടാണ് ആ ഷാൻഡ്ലിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ വാതിലെന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഒരു ജസ്റ്റ് ഒരു വാതിലല്ലേ ഉണ്ടാവുക, അടയ്ക്കുക തുറക്കുക. പക്ഷെ ഇത് ആ സീലിങ്ങിലെ ആ വേവി പാറ്റേണുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള വാതിൽ. ആ വാതിലിന് നേരെ ആ ഒരു വേവിനെസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇത് നല്ല പ്ലെയിൻ ഗ്ലാസ് ആണല്ലോ, അപ്പം നന്നായിട്ട് വെളിച്ചം കയറും. പാസ ദെ ഗ്രേസിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുള്ളി കാണുകയും ചെയ്യാം. അപ്പം നല്ല പോലെ ഇതിലൂടെ വെളിച്ചം കയറുകയും ചെയ്യും. ആ വെളിച്ചത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതുപോലെ കളേർഡ് ഗ്ലാസസും കൊടുത്തിരിക്കുകയാണ്. അപ്പം ഫുള്ളി വെളിച്ചം അടിച്ച് കയറില്ലല്ലോ, ഒരു ബാലൻസ് ഉണ്ടാവും. അതൊക്കെ ഗൗഡിയുടെ ഒരു ഇമാജിനേഷനും കഴിവും ഒരു വിംസിക്കൽ ഇമാജിനേഷൻ എന്ന് പറയാൻ പറ്റും. ഇവരുടെ ലിവിംഗ് റൂമാണ് കേട്ടോ. എന്തൊരു ഫ്ലോയി ആണെന്ന് നോക്ക്. വോൾസ് പോലും നേരെയല്ല, ഓരോ ചുമര് വരെ ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. ഇത് മുകളിൽ നിന്നൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് തൂങ്ങി കിടക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ ആണ് അവരുടെ. അപ്പം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വരുന്ന ഒരു സ്ഥലമാണ്. അത് ചുമ്മാ കൊടുത്താൽ അത് തുള്ളി വീണ് കിടക്കുക. ഇത് പ്യുവർ ഡിസൈനിങ് മാത്രമല്ല കേട്ടോ, അത് ഭയങ്കര ഫങ്ഷണൽ ആവാനും കൂടെ ഗൗഡി ശ്രദ്ധിച്ചിരുന്നു, സസ്റ്റൈനബിൾ രീതിയിൽ. അതായത് എയർ കടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എയർ കടക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വിൻഡോ വഴി മുകളിലൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. അപ്പൊ അവിടെ നിന്നാണ് എയർ ഇങ്ങനെ വരുന്നത്. ഇതും നേച്ചർ ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഫിഷിന്റെ ഗിൽസ് പോലെയാണ്
ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചെകിളയില്ല മീനിനൊക്കെ അതുപോലെ. അപ്പം ഡിസൈൻ ഉണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉണ്ട്, പിന്നെ ഫങ്ഷണൽ ആണ്. ലൈറ്റും എയറും മാക്സിമം ഒരു നേച്ചറിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ മീൻ ബാറ്റിയോ ഫാമിലിയുടെ ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കളറും ആയിരിക്കണം, നല്ല ലൈറ്റും ഉണ്ടാവണം. ലൈറ്റ് ആൻഡ് കളറായിരുന്നു അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിനോട് മാക്സിമം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാസ ബാറ്റിയോന്റെ മിനിയേച്ചർ കേട്ടോ. അപ്പൊ അതിന്റെ ടെറസിലെ മുകളിൽ ചെയ്തിരിക്കുന്നത് നോക്ക്, ഇതൊരു ഡ്രാഗന്റെ സ്കിൻ പോലെ മുകളിൽ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്കെയിൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു ഡ്രാഗൺ കുഞ്ഞിന് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ആ ബാൽക്കണി ഇല്ലേ, അതൊരു സ്കള്ള് പോലെയും തോന്നും. പിന്നെ ഒരു വോവൺ മാസ്ക് പോലെ ഈ 2 കണ്ണിന്റെ ഓപ്പണിംഗ് ഒക്കെ കണ്ടില്ലേ, അതിനിടയിൽ കൂടെ ഒരു വോവൺ ത്രെഡ് കടന്നു പോകുന്ന പോലെ അത് നമുക്ക് പുറത്തുനിന്നുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. ബ്ലൂവിൽ എന്തോരം ഷെയ്ഡ്സ് ആണ്. വൈറ്റ്, ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ, പേർപ്പിൾ, ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ കൊണ്ടുള്ള ഒരു അയ്യരുകൾ. അതായത് ലൈറ്റിനെ ആ രീതിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പം ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ കൂടുതൽ ലൈറ്റ് തോന്നുമല്ലോ. മുകളിലേക്ക് പോകുമ്പോൾ ഡാർക്കറായി കൊടുത്തിരിക്കുന്നത് പോലും ആ ലൈറ്റിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. ഓ, ആ ബാൽക്കണിയില് ഗോൾഡ് ഉള്ളവർക്കേ പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഈ നടക്കുന്നത് ഈ ഡ്രാഗൺ കുഞ്ഞിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. മുകളിലൊക്കെ ഉള്ളത് ഡ്രാഗണാണ്. ഇത്രയൊക്കെ ഞാൻ ഗൗഡീനെ വർണ്ണിച്ചെങ്കിലും അല്ലെ, ഗൗഡി ഒന്നും ചെയ്തിട്ടില്ല നമ്മളോട്. പക്ഷെ എനിക്ക് കുറച്ച് വിഷമം സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് നല്ല എക്സ്പെൻസീവ് ആട്ടോ, 31 യൂറോ. ഐ മീൻ ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മ്യൂസിയം ആണ്. മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഹൗസ് എക്സിബിഷൻ. ആൻഡ് പക്ഷെ അതിൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡഡ് അല്ല. ഇപ്പോൾ ടെറസിൽ പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് വേണം. പിന്നെ ഒരു എക്സിബിഷൻ ഉണ്ട്, ഒരു ഷോ ഉണ്ട്, അതിന് വേറെ ടിക്കറ്റ് വേണം. അതായത് പക്ക ബിസിനസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ദിവസം ഇപ്പം തന്നെ 100 ആളുണ്ട് ഇവിടെ അറ്റ് എ ടൈം. അപ്പോൾ ഒരു ദിവസം 1000 ആൾക്കാർ വരുന്നുണ്ടാവും. 31 വെച്ച് ബേസിക് ടിക്കറ്റ് വെച്ചിട്ട് 31K അവരൊരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഐ മീൻ അവർ പൈസ ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നുമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അത് കുറച്ചും കൂടെ എക്സ്പ്ലിസിറ്റ്ലി അവർ മെൻഷൻ ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പം എന്തായാലും വരുവാണെങ്കിൽ 31 യൂറോ കൊടുത്ത് വരുവാണെങ്കിൽ ഒരു കുറച്ചും കൂടെ പൈസ കൊടുത്തിട്ട് ആ ഫുൾ എക്സ്പീരിയൻസ് എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഞാൻ ജഡ്ജ് ചെയ്യാൻ ആളല്ല, പക്ഷെ ഐ വുഡ് ഹാവ് ടേക്കൺ ആ ഫുൾ സാധനം. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഈ ഒരു അരമുറി കഷ്ണത്തിനായിട്ട് നമ്മൾ ചെയ്യരുത്. അത്രേ ഉള്ളൂ. പക്ഷെ കൊള്ളായിരുന്നു. ബട്ട് ഞാൻ കുറച്ച് എനിക്ക് ഒരു വിഷമമുള്ളത് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയണല്ലോ. ബിൽഡിങ്ങിന്റെ തീമിലാന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. ഇയാളുടെ സാഗ്രാദയാണ്. ഇതായിരുന്നു നമ്മൾ കാണേണ്ടത്. ഇത് കാണേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങിനകത്ത് വന്നത്. എനിക്ക് വളരെ 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 അമർഷമുണ്ട്.
ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് എന്തായാലും വരികയാണെങ്കിൽ ബാക്കി ഗോൾഡ് എടുത്തില്ലെങ്കിലും സിൽവർ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെറസിലും കാണാൻ പറ്റും. അത് കാണാൻ ജസ്റ്റ് അകത്ത് മാത്രം പോയി മറ്റേതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിതിന്റെ അമർഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ആവശ്യം ഇവിടെ തന്നെ എടുത്ത് കളയുന്നു. അപ്പൊ ഈ കാസ ബാറ്റിയോ ഉള്ള ഈ സ്ട്രീറ്റ്, അതായത് പസെഗ് ഡെ ഗ്രേസിയ, അതൊരു ഫേമസ് സ്ട്രീറ്റ് ആട്ടോ. നല്ല ഒരു ലോങ് സ്ട്രീറ്റ് ആണ്. അപ്പൊ ആ സ്ട്രീറ്റിലുള്ള ഈ 3 ബിൽഡിങ്ങുകൾ തമ്മിൽ ഒരു ചെറിയ കോമ്പറ്റീഷൻ ആണെന്നാണ് പറയപ്പെടുക. ദേ ആർ ട്രൈങ് ടു ഔട്ട് ഡു ഈച്ച് അതർ. പക്ഷേ ഇതിൽ എനിക്ക് ക്ലിയർലി ഒരു വിന്നറേ ഉള്ളൂ, അത് കാസ ബാറ്റിയോ തന്നെയാണ്. അങ്ങനെ നമ്മൾ പാസാജ് ദെ ഗ്രാസിയയിലൂടെ നടന്ന് കാസ മിലയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ കാണുന്ന അതാണ് കസമില. കസമില്ലനെ ലാ പെഡ്രേഡ എന്നും പറയും, 2 പേരുണ്ട്. ഇത് ആക്ച്വലി അൺലൈക്ക് കാസ ബാറ്റിയോ ഒരു ഫാമിലിയുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണല്ലോ. ഇതൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പൊ ഇത് ഓപ്പൺ ടു പബ്ലിക് ആണ്. ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലും അതിന്റെ ടെറസിലൊക്കെ പോയി കാണാം. പക്ഷേ കാസ ബാറ്റിയോന്റെ അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ടിക്കറ്റ് എടുക്കാതെ കാസ ബാറ്റിയോ എടുത്തത്. എല്ലാം ജനറലി എക്സ്പെൻസീവ് ആണ്. ഇതിന് പക്ഷേ ഇത് കുറച്ചും കൂടെ ചീപ്പറാന്ന് തോന്നുന്നു അല്ലേ കാസ ബാറ്റിയോ? റിലേറ്റീവ്ലി ഇത് കുറച്ചുകൂടെ ചീപ്പറാണ്. ഇതിന്റെ മുകളിൽ ടെറസിലൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അല്ല, ഇതിന്റെ സാധാരണ ടിക്കറ്റിൽ ഇവരുടെ റൂഫ് ടോപ്പ് ഇൻക്ലൂഡഡ് ആണ്. കാസ ബാറ്റിയോയിൽ അവർ ഈ സോഫ്റ്റ്വെയർ പ്ലാൻ പോലെയാണ്. പ്രീമിയം, ഗോൾഡ്, അൾട്രാ, പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലെവലുകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ബേസിക്കലി അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കേണ്ടിട്ടാണ്. ഞാനത് സത്യം പറഞ്ഞ ടിക്കറ്റ് എടുത്ത പത്രം ശ്രദ്ധിച്ചില്ല. റൂഫ് ടോപ്പ് മാത്രമായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിനൊരു പ്രീമിയം പ്ലാൻ ഉണ്ടാക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അപ്പൊ ഇതിന്റെ ഡിസൈനും നമ്മൾ നോക്കുകയാണെങ്കിൽ കാസ ബാറ്റിയോന്റെ വെരി സിമിലർ ആണ്. അതായത് ആന്റോണിയോ ഗൗഡിയുടെ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ പോലെയാണ് എല്ലാം നേച്ചറിൽ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കാന്നുള്ളത്. നേച്ചറിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് വേറെ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കാസ മിലയും ഫുള്ളി കർവ്ഡ് ഓർഗാനിക് ഫോംസ് ആണ്. അതിന്റെ ബാൽക്കണിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്തിരി വള്ളികൾ പോലെയൊക്കെയാണ് അതിന്റെ മെറ്റൽ അവർ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്റ്റീരിയർ സർഫേസ് ടോട്ടലി ഓർഗാനിക് ആണ്, കർവ് സർഫേസ് ആണ്, ത്രൂ ഔട്ട് ഫ്ലോയിങ് സ്ട്രക്ചർ ആണ്. വിൻഡോസ് ആണെങ്കിലും ചെറിയ കുഞ്ഞു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു മരത്തിന്റെ കനോപ്പിയിലൂടെ എങ്ങനെയാണ് വെളിച്ചം ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് അതൊരു സ്പിരിച്വൽ ഫീലിംഗ് തരുന്നത്. അത് ആ ഒരു എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൊത്തം വിൻഡോസും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റൂഫ് ടോപ്പിൽ നല്ല വ്യൂ ആയിരിക്കും. ഫുൾ സോൾസും കർവി ഫോംസും ആണ്. ഇപ്പൊ ഈ കാസ മില നമ്മൾ കാസ ബാറ്റിയോ വെച്ച് നോക്കുമ്പോൾ കാസ ബാറ്റിയോ ഭയങ്കര കളർഫുൾ അല്ലായിരുന്നു, ഗ്രീനും പേർപ്പിളും. ഇൻ ടേംസ് ഓഫ് കളർ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സോബർ ഡിസൈൻ ആണ്. കാരണം മറ്റേതെന്ന് പറയുമ്പോൾ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്റെ അമ്മി ഒരു ക്യാമിലിയോൺ നിൽക്കുന്ന പോലെയായിരുന്നു. ഇവിടെ ചുമ്മാ ഇരിക്കുന്ന ഒരു ബെഞ്ച് വരെ നോക്ക്, ഭയങ്കര എക്കണോമിക്കലി ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. രസമുണ്ട് കേട്ടോ, ഇരിക്കാം, ചില്ല് ചെയ്യാം. റൗണ്ടഡ് എഡ്ജസ് ആണ്. പിന്നെ ഇതുപോലെയും ഇതിന് മൊസൈക്ക് എന്നാണ് പറയുക, കുഞ്ഞു ടൈൽസ് കൊടുത്തതിന് അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഗ്രാൻഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെയാണ്. ഞാൻ ചുമ്മാ ഒരു റാൻഡം അല്ല, പസാജ് ദെ ഗ്രാസിയ എന്ന് പറയുന്ന ഫേമസ് സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഞാനിങ്ങനെ ഇരിക്കുന്നത് നോക്ക്, പ്രൗഢ ഗംഭീരമായിട്ടില്ലേ. ഇവിടെ എഴുതുമ്പോൾ തലയിൽ വീഴാതിരുന്നാൽ മതി. ഞാനിവിടെ ഇരുന്ന് കാണുന്നത് കാസ മിലയാണ്. നമുക്കിനി കാസ വിസൻസ് കണ്ടിട്ട് വരാം. 2 കാസ കണ്ടില്ലേ, 3ാമത്തെ കാസയിലേക്ക് നമ്മള് ഇവിടെ ഒരു പാവം കുട്ടീനെ കാണിച്ചു തരാം. ഞങ്ങള് പെട്ടെന്ന് വെച്ചു ഫോണ് പോയിന്ന്, അതായത് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ഈ ഫോണ് പോയിന്ന്. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പം എന്റെ ഈ ജാക്കറ്റ് തുറന്ന് കിടക്കുന്നു. പിന്നെ ഈ പവർ ബാങ്ക് ഞാൻ പോക്കറ്റിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. പവർ ബാങ്കിന്റെ വയർ ഇങ്ങനെ ഊരി ഇട്ടിരിക്കുന്നു. പവർ ബാങ്ക് അവിടെ വെച്ചിട്ട് ഫോൺ എടുത്ത് ഏതോ കള്ളം പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്രയും നേരം ഞങ്ങൾക്ക് വേർത്തിട്ടൊന്നും ഉണ്ടായില്ല. ഒരു 15 സെക്കൻഡില് എനിക്ക് എന്താ ഫീലിംഗ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ അടിയില് ഭൂമിന്ന് മണ്ണങ്ങട് ഒലിച്ച് പോയ ഒരു ഫീല്, കടലിൽ നിൽക്കുമ്പോ ഒരു ഫീലല്ലേ, ആ ഫീല് വന്നു. ഞാനിങ്ങനെ അതിൽ എന്നെ ഒന്ന് താങ്ങിക്കാന്ന് പറഞ്ഞ ഞാൻ ഈ ചൊമ്പരിലങ്ങ് ചാരി നിന്നു. സമാധാനം പറയും. കാരണം എന്റെ ഫോണാണല്ലോ, എന്റെ ഫോൺ അതിലിന്റെ കയ്യിൽ, അതും അതിന് 2 മിനിറ്റ് മുന്നേ അതിലാണെങ്കിൽ അതിലിന്റെ ഫോൺ എന്റെ കയ്യില. അപ്പൊ അത് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞതേ ഉള്ളൂ. 15 ഒരു 20-30 സെക്കൻഡ് മരിച്ച് പാനിക് അടിച്ചതിന് ശേഷം ഞാൻ അതിൽ നിന്ന് ഹഗ് ചെയ്തപ്പോ അവിടെ തൊട്ട് പൊടി സാധനം ഇങ്ങനെ എല്ലാം കൂടുതൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് എന്റെ പല സാധനം കാണാൻ. അറിയാലല്ലേ നിങ്ങൾക്കൊക്കെ റെസിഡൻസ് പെർമിറ്റിന്റെ കഥ. അമ്മേ, നമ്മളിപ്പോ കാണാൻ പോകുന്നത് കാസ വിസൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗഡിക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കമ്മീഷൻ ചെയ്ത വീടാണ്. അതായത് ഗൗഡിയുടെ ആദ്യത്തെ പണി.
അയിത്തപ്പണി കാണാൻ പോവാണ്. ഇസ്ലാമിക് ആർക്കിടെക്ചർ ഇൻസ്പയർ ചെയ്തിട്ടാണ് കുറേ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഈ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്ത വീടാണ് ഇത്. വിസൻസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ചെയ്തതാണ്. ഗൗഡിയുടെ കുറേ ബിൽഡിങ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റഡ് ആണ്. അതിൽ ഒന്നാണ് ഇത്. ഞാനിതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് കേട്ടോ ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ആൾക്കാർക്ക് മാറ്റം കുറച്ച് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഈ ഗൗഡി ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഭയങ്കര ആ സമയത്ത് നിന്ന് ഭയങ്കര വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തപ്പം ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ പോലും. അങ്ങ് ആദ്യമേ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളി സൂപ്പർ എന്ന് പറയുമായിരിക്കുമോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം കൺവെൻഷനലായി കണ്ടുവരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു മാറ്റം വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇവനാരട്ടാ എന്നൊരു ഫീലിംഗ് ആയിരിക്കില്ലേ ആദ്യം ഉണ്ടാവുക. എൻ്റെ ജസ്റ്റ് ഒരു മെന്റാലിറ്റി എനിക്ക് തോന്നിയതാണോ. പാർക്ക്വേന്റെ കുറച്ച് ഭാഗങ്ങള് ഫ്രീ ആണ്. നമുക്ക് ആ ഫ്രീ ആയിട്ടുള്ള ഭാഗമൊക്കെ കണ്ടുവരാം. ഇതൊരു ഏക്കർ കണക്കിന് കിടക്കുന്ന ഗൗഡി ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് കോംപ്ലക്സ് പോലെ ഉദ്ദേശിച്ച ഒരു സ്ഥലമാണ്. അതായത് ഒരു ഹൗസിംഗ് കോംപ്ലക്സ്. അതെ, ഹൗസിംഗ് കോംപ്ലക്സ്. സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് വീടുകളും പാർക്കും ആശുപത്രി അങ്ങനെ ഒരു കോംപ്ലക്സ്. ബട്ട് എന്ത് സംഭവിച്ചു? ആ പ്ലാൻ ഫ്ലോപ്പായി. എല്ലാവരുടെയും എല്ലാം ശരിയാവില്ലല്ലോ. ഗൗഡിയുടെ ഇത് ഫ്ലോപ്പായി. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ തോന്നും. അത് കാണാൻ പറ്റുമോ നോക്കിയിട്ട് വരാമേ. അടുത്ത ലെസൺ ലേൺഡ്. ChatGPT പറയുന്നത് നമ്മൾ മൊത്തമായി വിശ്വസിക്കരുത്. ChatGPT ക്യാൻ ബി എ മണ്ടൻ. ഗൂഗിളിൽ നോക്കിയപ്പം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും പാഗ്വേലിന്റെ എല്ലാ സ്ഥലത്തും ഫ്രീ അല്ലാന്ന്. ChatGPT എന്നോട് വളരെ കോൺഫിഡൻ്റ് ആയി പറഞ്ഞു അതിൽ കുറച്ച് സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഫുള്ളകത്ത് കയറാനേ പറ്റില്ലാത്തതെന്ന്. പക്ഷേ ടേൺസ് ഔട്ട് ടു ബി ഒന്നും കയറാൻ പറ്റില്ല. അല്ല ഇനിയിപ്പോ ഉണ്ടോന്ന് നമുക്ക് അറിയില്ല കേട്ടോ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചു എന്നാ വേസ്റ്റ് കേസ് ടിക്കറ്റ് എടുക്കാം, എന്നാ പിന്നെ അതിനകത്ത് കയറാലോ. പക്ഷേ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി, ഫ്ലോപ്പായി. പക്ഷെ യു മൈറ്റ് മൈ വണ്ടറിങ്, നമ്മുടെ കയ്യിൽ കുറെ കാശ് ഇങ്ങനെ പോകുന്നില്ലേ, നമ്മളിങ്ങനെ അവിടെ വരുന്നു ഇവിടെ വരുന്നു അങ്ങോട്ട് പോകുന്നു, ആ പ്ലാൻ ഫ്ലോപ്പ് ആവുന്നു ഈ പ്ലാൻ ഫ്ലോപ്പ് ആവുന്നു എന്ന്. ഇല്ല, അങ്ങനെ കാശ് പോവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് അതാണ് ഇവിടെ ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഒരു ഉദ്യമം. ഇവിടെ 1 മാസത്തേക്കുള്ളൊരു ടിക്കറ്റ് ഉണ്ട്. നമ്മളിവിടെ ആക്ച്വലി 4 ദിവസത്തേക്കാണ് ഉള്ളതെങ്കിൽ പോലും നമ്മൾ ആ 1 മാസത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ആയിട്ട് ബസ്സിലും മെട്രോയിലും ഒക്കെ കയറാം. അത് ഇറ്റ്സ് അറൌണ്ട് 25 euros ആണ്. അപ്പൊ രണ്ടാൾക്ക് കൂടെ 50 യൂറോന്റെ അടുത്താവും. പക്ഷെ 4 ദിവസം നമുക്ക് അധികം നടക്കാതെ കഴിച്ചിലാവാം. നിങ്ങൾ ബാർസലോണ വന്നിട്ട് അധികം കുറേ നടന്ന് കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 times റൈഡ് ടിക്കറ്റ് ഉണ്ട്. അത് അറൗണ്ട് 10 യൂറോയേ ഉള്ളൂ. അതെടുത്താൽ മതി. അപ്പം നമുക്ക് 10 പ്രാവശ്യം ഉപയോഗിക്കാം, അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ കാര്യത്തിലൊരു നഷ്ടം വന്നു എന്ന് തോന്നാത്തെ അല്ലേ ഉണ്ണിയെ? അതുകൊണ്ട് തോന്നുമ്പോൾ ബസ് മാറി മാറി കയറാം. ട്രെയിനല്ല മെട്രോ. പാർക്ക്വേൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ തന്നെ 10 മിനിറ്റ് അവിടെ എത്തും. അല്ലെ ഞാൻ തളർന്നു വിട്ട് പിന്നെ വയ്യാന്ന് പറഞ്ഞാലോ. സീറ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സെന്റ് പൗ റിസെന്റ മോഡേണിസ്റ്റ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് നോവോ വർക്ക് ചെയ്തിട്ടുള്ള കോംപ്ലക്സ്. ഇത് പണ്ടൊരു ഹോസ്പിറ്റലായിരുന്നു, ഫുള്ളി ഫങ്ഷണൽ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഒരു പാർട്ട് മ്യൂസിയവും മറു പാർട്ട് കുറെ എക്സിബിഷൻസിനൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് അടിപൊളി കണക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. പണ്ട് ഹോസ്പിറ്റലായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഒക്കെ പാസേജിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹൈജീനും ഒക്കെ വേണ്ടിയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറെ അണ്ടർഗ്രൗണ്ട് പാസേജുകൾ പോലും ഇതിന്റെ അടിയിലുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇതും ഒരു മൊസൈക്ക് ആർട്ടാണ്. ഗൗഡിയുടെ വർക്കുമായിട്ട് ഭയങ്കര ക്ലോസ് റെസംബ്ലൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആർക്കിടെക്റ്റ് വേറെ തന്നെയാണ്. ഒരു ആർട്ട് നോവയുടെ ഒരു പ്രൈം എക്സാമ്പിൾ എന്നൊക്കെ പറയാം. ഒരു ആർട്ട് നോവ ഇത്രയും വലിയ സ്കെയിലിൽ ഒരു ബിൽഡിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ് കേട്ടോ. ഇതിൻ്റെ ഡോംസ് മൊത്തം കളർഫുള്ളാണ്. പിന്നെ ഈ കാണുന്ന പോലെ നല്ല സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ്. സെറാമിക് ടൈൽ വർക്ക്സ് ആണ് ഇതിൻ്റെ റൂഫിൽ മൊത്തം. പിന്നെ ഈ ഫസാഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു ഗാർഡൻ ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും ഇതിൻ്റെ പുറകിലാണെങ്കിലും ഒരു ലിവിങ് ഗാർഡനാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് ഒരു റിലാക്സിങ് ആൻഡ് സെറീൻ എൻവയോൺമെൻറ്റ് കൊടുക്കേണ്ടിയിട്ടാണ് ഈ ഒരു രീതി തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഐറ്റിനറി പ്രകാരം ഇന്ന് ഈ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ജസ്റ്റ് തിരിച്ചു പോകാനായിരുന്നേ. പക്ഷെ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പം എൻ്റെ ബാക്കിൽ ആരാ നോക്ക് നിങ്ങൾ കണ്ടോ? സോർട്ടിടാന്ന് വെച്ചാൽ എക്സിറ്റ്. അത് എക്സിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറച്ചധികം നേരം എടുത്തു. അത് കാരണം ഇന്നലെ ഒരു അമ്മളയും പറ്റി. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇതിന് കൊടുക്കേണ്ടി വന്ന വില 1 മണിക്കൂറായിരുന്നു. നമ്മള് അടുത്തത് ദ മാസ്റ്റർ പീസ്, ഗൗഡിയുടെ മാസ്റ്റർ പീസ് കാണാൻ പോവാണ്. നമ്മുടെ സഗ്രാദ ഫെമിലിയ. ഈ 45 സെക്കൻഡിൽ വണ്ടിയുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ട്രെയിൻ മാറി വേറെ ട്രെയിൻ എടുത്ത് പോകും. എന്തൊരു കഷ്ടമല്ലേ. നമ്മളൊരു സ്ഥലത്തെത്തി, നമ്മൾ ആ സ്ഥലം ഒന്ന് മനസ്സിലാക്കി, അവിടുത്തെ ജിയോഗ്രഫി ഒക്കെ ഒന്ന് മനസ്സിലാക്കി, എങ്ങനെ ബസ്സിൽ കയറണം ട്രാമിൽ കയറണം എല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് അവിടെ നിന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള നേരവും. നമ്മളെവിടെയാ? പറയാതെ മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സഗ്രാദയുടെ മുന്നിൽ. നമ്മൾ സഗ്രാദ കാണാൻ വേണ്ടി എത്ര എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഈ ക്യൂ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ ലൈൻ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. 9 മണിക്കാണ് കയറ്റുക, ഇവിടെ 8:30 ആയിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ വന്നിവിടെ നമ്മുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ലോസ് നമ്മൾ കാണുന്നത്. ഈ സഗ്രാദ ഫെമിലിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് ഭയങ്കര ഫ്ലൂയിഡിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അലൈവ് ആയിട്ട്? അതിന് കാരണം എന്താണെന്നറിയോ? സാധാരണ നമ്മൾ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പള്ളി സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഷാർപ്പായിരിക്കും. പക്ഷേ ഗൗഡി അതിനൊരു ട്രിക്ക് ചെയ്തിരുന്നു. ഏത്? 1800s ചെയ്ത ട്രിക്കാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് ഇതിൻ്റെ മോഡല് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇൻവേർട്ടഡ് മോഡൽ ഉണ്ടാക്കി. എന്നിട്ട് ആ മോഡലിൽ കുഞ്ഞു വെയിറ്റുകൾ ആ സ്ട്രിങ്സിൽ ഉണ്ടാക്കിയിട്ട് കുഞ്ഞു വെയിറ്റുകൾ കെട്ടിത്തൂക്കി. അപ്പോൾ ആ വെയിറ്റ് കെട്ടിത്തൂക്കുന്ന സമയത്ത് എന്താവും? ആ സാധനം ഗ്രാവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാണോ ഷേപ്പ് ആവുന്നത് ആ ഫോമിൽ കിട്ടുമല്ലോ. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള സാധനത്തിന് ഒരു വെയിറ്റ് തൂക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഫോമിലേക്ക് ഗൗഡി ഇതിനെ എത്തിച്ചത്. 150 വർഷമായിട്ട് ഇതിൻ്റെ പണി ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ലൈഫിൽ ഒരു 40 വർഷം ഈ സഗ്രാദ ഫെമിലിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ആൻഡ് അവസാന പീരീഡിലൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളി ഉണ്ടായിരുന്ന സമയത്തേക്കും ആ കൂടെ കംപ്ലീറ്റ് ആയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന പോർഷനാണ് കേട്ടോ.
ഇതെങ്ങനെ എടുക്കുക അതിലെ, ഇതെങ്ങനെ ഒതുക്കും? ഈ ഒരു ഒരു കുഞ്ഞു ക്യാമറയിൽ നമ്മൾ how do we do justice to this? Oh man. ഇപ്പൊ വെളിച്ചം അവിടെ നിന്നല്ലേ വരിക. വെളിച്ചം വരുമ്പോൾ ഒരു രസം നോക്ക്, സൂര്യൻ അവിടെയാണ്. ഗൗഡിയുടെ വർക്കുകൾ പിന്നെ ഈ സഗ്രാദ തന്നെ പുള്ളി നേച്ചറിനെ ഇൻസ്പയർഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീയുടെ ബ്രാഞ്ചസ് പോകുന്ന പോലെയാണ്. ബേസിക്കലി നടുക്ക് കാണുന്നത് ഒരു ഈ കോളംസ് ചെയ്തിരിക്കുന്ന നടുക്ക് കാണുന്നത് ഒരു മരം, അവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആവില്ലേ മരത്തിൻ്റെ ചില്ലകൾ, അതുപോലെയാണ് ഓരോ കോളംസും സ്പ്ലിറ്റ് ആവുന്നത്. ഞാനൊരു കോളം ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത് കണ്ടിട്ടില്ല ഇവിടെ അല്ലാതെ. തൂണിങ്ങനെ വന്നിട്ട് അത് 3-4 ആയിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്യാണ്. ശരിക്കും ആ തുളകൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് ഒക്കെ ഇല്ലേ, അത് കാണുമ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകളുടെ ഇടയിൽ ഇലയുടെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരുന്ന പോലെ ഇല്ലേ, അങ്ങനെയാണ് മൂപ്പരത് ചെയ്തിരിക്കുന്നത്. ഒരു കനോപ്പിയിലൂടെ വെളിച്ചം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ. മൊത്തത്തിൽ ഈ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ 18 ടവേഴ്സ് ഉണ്ടാവും കേട്ടോ. മുഖത്ത് പഠിക്കുന്ന വെളിച്ചം കണ്ടോ, അത് ഈ ഗ്ലാസ്സിലൂടെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണല്ലോ, ആ ഗ്ലാസ്സിലൂടെ വരുന്ന വെളിച്ചമാണ്. നമ്മൾ ആദ്യം രാവിലെ ഒരു ആക്രാന്തത്തിന് കയറിയെങ്കിലും കയറേണ്ട ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ സണ്ണ് അപ്പുറത്തെ വശത്തുനിന്നായിട്ട് ആ വശത്ത് വലിയ ഗ്ലാസ്സുകളാണ്. അപ്പോൾ അതിലൂടെ വെളിച്ചം വരുമ്പം ഇപ്പോൾ ഒരു കുഞ്ഞ് സ്ട്രീമായിട്ട് വരുന്നത് ഒരു ഹോൾ ഏരിയ നിറച്ച് ഇതുപോലത്തെ ലൈറ്റ് ആയിരിക്കും കേട്ടോ. whimsically Gaudi. അതെങ്ങനെയാന്ന് കാണിച്ചത്. ഈ ലൈറ്റ് എങ്ങനെ വരുന്നത് മൊത്തം ഇങ്ങനത്തെ സ്റ്റെയിൻഡ് ഗ്ലാസസ് ആണ്. ആ ഗ്ലാസ്സിലൂടെ പല നിറത്തിലല്ലേ ലൈറ്റ് വരിക, പല കളറാകുമ്പോൾ. അപ്പോൾ അതും ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഇവിടെ കുറേ കോളംസ് ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ കാണുന്ന ഈ 4 കോളംസ് അതാണ് ഏറ്റവും ലാർജസ്റ്റും തിക്കസ്റ്റും. ആൻഡ് അവർ 4 പേരും കാണിക്കുന്നത് 4 ഇവാഞ്ചലിസ്റ്റിനെയാണ്. ആദ്യത്തെ ലയൺ കാണിക്കുന്നത് മാർക്കിനെ, പിന്നത്തെ ഏഞ്ചൽ കാണിക്കുന്നത് മാത്യുവിനെ, ബുള്ള് കാണിക്കുന്നത് ലൂക്കിനെ, ഈഗിള് കാണിക്കുന്നത് ജോണിനെ. അങ്ങനെയാണ്. അതായത് ഒരു ഹോളി ഫാമിലിയുടെ റെഫറൻസുകൾ ഇവിടെ ഉടനീളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ ഒരു പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസ് കാണുന്നില്ലേ, പക്ഷെ ഇവിടെ അധികം സ്റ്റാച്യൂസ് ഒന്നും വെച്ചിട്ടില്ല. അതായത് ഗൗഡിയുടെ ആശയത്തിൽ ഈ സ്പേസ് ഇറ്റ്സെൽഫാണ് ഒരു ദൈവതുല്യമായത്. ആ സ്പേസ് ആണ് നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത്. കുറേ സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ കുറേ സ്റ്റാച്യൂസ്, കുറേ സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ കുറേ ക്രിസ്ത്യൻ ഫിഗേഴ്സ് ഒന്നും വെച്ചിട്ടല്ല. ഈ സ്പേസ് ഇറ്റ്സെൽഫ് ഇസ് ഡിവൈൻ. അതായത് ഇതിലെ ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഈസ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ടോൺസ്, അതായത് ഒരു മോർണിംഗ് ലൈറ്റിനെ വെൽക്കം ചെയ്യാനുള്ളതും, എന്നാൽ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റ് ഓറഞ്ച് റെഡിഷ്, അതായത് ഒരു ഈവനിങ് ആ ഒരു ഡസ്കിനെ സൂചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഗൗഡി ചെയ്തിരിക്കുന്നതിൽ ഇപ്പം നമുക്ക് റീസൺ ഇല്ലാതെ ഒരു കാര്യവുമില്ല.
എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ റീസൺ ഉണ്ട്. ആൻഡ് ഇതിലെ ടോളസ്റ്റ് ഫസാഡിൻ്റെ അല്ലെങ്കിൽ ടോളസ്റ്റ് കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 172 മീറ്ററാണ്, 172.5 മീറ്റർ. അതിന് വരെ കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് മൗണ്ട് ജൂക്ക് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടനേക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഈ ബസീലിക്ക ഇരിക്കുക, അല്ലെങ്കിൽ ഈ പള്ളി ഇരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗഡിയുടെ വിശ്വാസപ്രകാരം മനുഷ്യനിർമ്മിതമായ ഒന്നും തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തതിനേക്കാളും മുകളിൽ വരാൻ പാടില്ല എന്നൊരു ഫിലോസഫിയാണ് അതിൻ്റെ പിന്നിൽ. എല്ലാം എവറിത്തിങ് ഈസ് കാൽക്കുലേറ്റഡ്. ആൻഡ് ഈ 4 മെയിൻ സാധനങ്ങളിൽ ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതാണ് ഈ ഫുൾ സ്ട്രക്ചേഴ്സിനെ തന്നെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് എക്സ്റ്റേണൽ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഫിസിക്സും ആർട്ടും എസ്തെറ്റിക്സും അതിൽക്കുപരി മൂപ്പരുടെ റിലീജിയസ് ബിലീഫും ഇതെല്ലാം ചേർത്തിട്ടാണ് പിന്നെ നേച്ചറായിട്ടുള്ള കണക്ഷൻ. ഐ മീൻ ഇത് മൊത്തത്തിൽ നോക്കുമ്പം ഇതൊരു ഫോറസ്റ്റ് ആണ്. ഒരു ഫോറസ്റ്റിലെ കുറേ മരങ്ങളും അതിൻ്റെ കനോപ്പിയും അതിനുള്ളിലൂടെ ചില്ലകൾ കടന്നു വരും. ജസ്റ്റ് എ ഫോറസ്റ്റ്. ഇപ്പം നമ്മൾ ആ കാണുന്ന സ്കൾപ്ചർ യൂദാസിൻ്റെ ജൂദാസ് കിസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സ്ക്വയർ കണ്ടോ, അതൊരു മാജിക് സ്ക്വയർ എന്നാണ് പറയുന്നത്. അതിൽ ഏത് ലൈൻസ് നമ്മൾ ഹൊറിസോണ്ടലായിട്ടോ വേർട്ടിക്കലായിട്ടോ ഉള്ള ലൈൻസ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 33 ആയിരിക്കും. 33 എന്താണെന്നറിയോ? ജീസസ് മരിച്ച സമയത്ത് ജീസസിൻ്റെ വയസ്സായിരുന്നു. അങ്ങനെ നമ്മൾ ലാ സഗ്രാദയോട് ഗുഡ് ബൈ പറയുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക, സാധാരണ നമ്മളൊരു മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ചേർച്ചിലൊക്കെ നമ്മൾ എൻട്രൻസ് ഫീ കൊടുക്കുന്ന സമയത്ത് നമ്മളത് കൊടുത്ത് ജസ്റ്റ് അങ്ങ് പോകുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ വർക്കിൻ്റെ കംപ്ലീഷന് വേണ്ടി നമ്മളും ചെറുതായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പോലെ തന്നെയല്ലേ ആ ഒരു ഫീലിംഗ്. എനിക്കിപ്പോൾ വയസ്സ് 31. വയസ്സിലാണ് ഗൗഡി ഈ വർക്ക് കമ്മീഷൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പ്രായത്തിൽ മൂപ്പര് ഡിസൈൻ ചെയ്തൊരു മോഡലാണ് ഇത്. ആക്ച്വലി ഇതൊരു 1 man's ഡ്രീം എന്നൊക്കെ പറഞ്ഞാലും ഒരു കളക്റ്റീവ് എഫേർട്ടാണ് കേട്ടോ. ഗൗഡിയുടെ 1 man ഡ്രീം ആണെങ്കിൽ പോലും ഇത് കുറേ പേരുടെ കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ഗൗഡിക്ക് മരിക്കാൻ നേരത്തൊക്കെ മൂപ്പര് ഇതിനകത്താണ് ജീവിച്ചതെന്ന് പറയാം ആ കാലഘട്ടത്തിൽ. എന്നിട്ട് മൂപ്പർക്ക് അറിയായിരുന്നു ഇതിൻ്റെ കംപ്ലീഷൻ മൂപ്പർക്ക് എന്തായാലും കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ മൂപ്പര് ഇനി വരുന്ന ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ആർക്കിടെക്ട്സിന് അത് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഇതിൻ്റെ കുറേ ഡ്രോയിങ്സ് വരച്ച് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. La Sagrada Familia.